ഹലോ. മദൻ സംവിധാനം ചെയ്ത തമിഴ് മൂവി വിത്ത് ലവ്. ഇത് തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് വിത്ത് ലവ്. ഇതിൽ പ്രധാന വേഷത്തിൽ വന്നിരിക്കുന്ന അഭിഷൻ ജി വിന്ദും നമ്മുടെ അനശ്വര രാജനുമാണ്. അഭിഷൻ നമ്മളറിയും. അഭിഷന്തിനെ കഴിഞ്ഞ വർഷം പുള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. പുള്ളിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അത് നല്ല രസമായിട്ട് തന്നെ പുള്ളി ചെയ്തിരിക്കുന്ന സിനിമയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ സിനിമയിൽ തനിക്ക് നന്നായിട്ട് അഭിനയിക്കാമെന്ന് അറിയാമെന്നും ഈ പുള്ളി ഈ സിനിമയിലൂടെ തെളിയിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അനശ്വര മറ്റ് ഭാഷകളിലൊക്കെ പോയി എല്ലാവരുടെയും കയ്യടി നേടുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം അഭിഷന്റെ സത്യ അനശ്വരയുടെ മോനിഷയെ പെണ്ണ് കാണാൻ പോവുകയാണ്. സംസാരിച്ചു വന്നപ്പോൾ അവർ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. അത് അവരെ അവരുടെ പഴയകാല ഓർമ്മകളിലേക്ക്, അവരുടെ +2 കാലഘട്ടത്തിലേക്കും അവർക്കുണ്ടായിരുന്ന പ്രണയങ്ങളിലേക്കും കൃഷികളിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ യാത്രയിൽ നമ്മളും അവരോടൊപ്പം ചേരുന്നത് അതൊരു രസകരമായ യാത്ര തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രേമത്തിൽ നിവിൻ പോളിനെ പോലെ മീശയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു സ്കൂൾ കുട്ടി തന്നെയാണ് ഇതിലെ അഭിഷൻ്റെ സത്യം. അതുപോലെ മോണിഷയും ആ കുട്ടിത്വവും ആ പിന്നെ കളിയും ചിരിയും എല്ലാം നമ്മൾ രസകരമായിട്ട് തന്നെ നമ്മളും അവരോടൊപ്പം ചേരുന്നതാണ്. നമ്മുടെ പഴയകാല കൃഷികളിലേക്കും പഴയകാല നമുക്കുണ്ടായിരുന്ന പ്രണയങ്ങളിലേക്കും നമ്മുടെ ഓർമ്മകളിലേക്കൊക്കെ ഈ സിനിമ തീർച്ചയായിട്ടും നമ്മളെയും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ കാവ്യാനിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ് അവതരിപ്പിക്കുന്നത്, അനീഷ എന്ന് പറഞ്ഞത്. ശരിക്കും ഒരു ഉമ്മച്ചിക്കുട്ടി തന്നെ. നല്ല രസമായിട്ട് തന്നെ കാവ്യാനിലും ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഴയകാല ഇവർ ശരിക്കും നമുക്കൊരു ബാലിഷമായിട്ട് തോന്നും, ഇവർ പഴയ ആൾക്കാരെയൊക്കെ കാണാൻ പോകണമൊക്കെ. പക്ഷേ ശരിക്കും ഒരു എന്താ പറയുക, നമ്മളുടെ പ്രണയത്തിനൊക്കെ ഒരു ക്ലോഷർ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് പറയും. ചിലരെങ്കിലും ആ പഴയകാല ഓർമ്മകളെ മുറുകെ പിടിച്ച് അതിൽ തന്നെ ജീവിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ക്ലോഷർ കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ക്ലോഷർ ഇല്ലാതെ നമ്മളിങ്ങനെ എല്ലാ കാലത്തും ഒരാളെ ഓർത്തുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്ര ശരിക്കും ഇവരുടെ ഈ യാത്ര കൊണ്ട് ക്ലോഷർ കിട്ടി ഒരു എന്താ പറയുക ഒരു ഉത്തരം കിട്ടിയ ഒരാളും ഈ സിനിമയിലുണ്ട്. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും പണ്ടത്തെ ആ പ്രണയം എപ്പോഴും നമുക്ക് മനസ്സിലുണ്ടാവണം എന്നില്ല. ഒരുപക്ഷെ നമ്മൾ വഴിയെ കണ്ടുമുട്ടുന്ന ആളുകളുമായിട്ട് നമുക്ക് ഒരു നല്ല ബന്ധം ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ഈ പഴയകാല ഓർമ്മകൾ നമുക്ക് മനസ്സിന് അന്നത്തെ ആ കാലഘട്ടവും നമ്മളുടെ കുട്ടിത്വവും നമ്മളുടെ വിഡ്ഢിത്തങ്ങളും എല്ലാം നമുക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ അഭിഷൻ ശരിക്കും ഒരു ഹീറോയിക്കല്ലാതെ തന്നെ ശരിക്കും ഒരു എന്താ പറയുക ശരിക്കും ഒരു നാച്ചുറലായിട്ട് തന്നെ അഭിഷൻ ആ ഒരു കുട്ടിക്കാലവും ഇതിൽ അവൻ്റെ വികാരങ്ങളും എല്ലാം രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോനിഷയായിട്ട് അനശ്വര രാജന് നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല കാവ്യ അനിൽ ആ കുട്ടി നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നമുക്ക് നമ്മുടെ പഴയകാല ഓർമ്മകളും എല്ലാം തരുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് വിത്ത് ലവ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമല്ലോ. പിന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.